വയനാട് നെടുമ്പാല എസ്റ്റേറ്റിൽ പുലി കുടുങ്ങി എന്ന വിവരങ്ങൾ വരുന്നു. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ചിത്രങ്ങൾ കാണുന്നുണ്ട്. പുലി ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ അനുസരിച്ച് ഏത് ഭാഗത്താണ് പുലി കുടുങ്ങിയതായി മനസ്സിലാക്കാൻ കഴിയുന്നത്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എവിടെയാണ് പരിശോധനകൾ നടത്തുന്നത്? ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്? നെടുമ്പാല മുട്ടിൽ റോഡിലാണ് ഗോപി ഇത്തരത്തിലൊരു സംഭവം. അത് ഏതാണ്ട് തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തോട് ചേർന്നൊരു കൊല്ലിയുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ പുലിയെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. RRT സംഘം അടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റേഞ്ച് ഓഫീസർ ബിജു അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യം അതാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ വനംവകുപ്പ് നടക്കുന്നത്. അവിടെ ഒരു വള്ളിയിൽ കുടുങ്ങിയ നിലയിൽ, അത് കെണിയാണോ എന്നറിയില്ല, അത് വ്യക്തത വരാനുണ്ട്. എന്തായാലും ഒരു കുടുങ്ങിയ നിലയിലാണ്, ഒരു കാൽ മാത്രം കുടുങ്ങിയ നിലയിലാണ് ഈ പുലിയെ കാണപ്പെടുന്നത്. സ്വാഭാവികമായും അവിടേക്ക് പോകുന്നത് അപകടകരമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ ആളുകളെ പൂർണ്ണമായും നിയന്ത്രിക്കുകയാണ്. അവിടേക്ക് പോയാൽ ഒരുപക്ഷെ അത് വലിഞ്ഞ് പൊട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ അവിടേക്ക് പോകുന്ന ആളുകളുടെ ജീവൻ തന്നെ അപകടത്തിലാവും എന്നുള്ളതുകൊണ്ടാണ് ആളുകളെ അവിടേക്ക് വിടാത്തത്. അതാണ് അവസ്ഥ. ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള രാജു ഹെജിമാടി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇത് കുറച്ച് മുൻപാണ് ഇവിടുത്തെ പറമ്പിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് പുലി എന്തെങ്കിലും കുടുങ്ങിയതായിട്ട് കാണപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് പുലിയുടെ സാന്നിധ്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ വളർത്തു മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വേറെ രീതിയിലുള്ള അപകടമൊന്നും ഉണ്ടായിട്ടില്ല. തൊട്ടടുത്ത് ജനവാസ മേഖലയാണ്. തൊട്ടടുത്ത് പോയാൽ ഇവിടെയൊക്കെ തന്നെ ജനവാസ മേഖലയാണ്. എന്തായാലും ഒരു മുൻകരുതൽ ആവശ്യമാണ്. ഇപ്പോൾ തന്നെ പുലിയുടെ കിടക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഇതാണ് ഫോറസ്റ്റ് നോക്കുന്നത്. നേരത്തെ പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, സ്ഥിരമായിട്ട് കാണാറുണ്ട്. തോട്ടം മേഖലയാണല്ലോ. എസ്റ്റേറ്റ് മേഖലയാണ്. ഇതൊക്കെ തോട്ടൊക്കെ കാട് മൂടി കിടക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് തന്നെ കാരണമായിട്ട് വരുന്നത്. പ്രദേശത്തുള്ള ആളുകളാണോ നിങ്ങളൊക്കെ? ഇവിടെ നേരത്തെ പുലിയുടെ അങ്ങനത്തെ പ്രശ്നം പിന്നെ പ്രസിഡന്റാണ്. ഇത് ഒന്നാമത് കാട് കയറാൻ ഇപ്പൊ എസ്റ്റേറ്റ് നോക്കുന്നില്ല. ഫുള്ള് കയറാൻ കണ്ട ഫുള്ള് നമുക്ക് നോക്കിയാണ്. ഫുള്ള് ഫോറസ്റ്റ് കയറിയിരിക്കുന്നത്. ഫുള്ള് ഫോറസ്റ്റ് ആർസനാണ്. ഇപ്പോൾ കുടുങ്ങിയത് പള്ളിന്റെ ബൗണ്ടറിലാണ് ഇപ്പോൾ ഉള്ളത്. പള്ളിന്റെ തൊട്ടുള്ളത്. പിന്നെ രാവിലെ പണിക്കാർ വന്നപ്പോഴാണ് അത് നമ്മളോട് വിളിച്ചു പറഞ്ഞത്. നമ്മൾ ഫോറസ്റ്റുകാരും അതുപോലെ മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് രാവിലെ അറിയിച്ചു. ഉണ്ട്. ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഇവിടെ കാണലുണ്ട്. നമ്മൾ ബൈക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമ്മളെ വീട് ഇവിടെയാണ്. പല പ്രാവശ്യം വന്നിട്ടുണ്ട്. തോട്ടം തൊഴിലാളികൾക്കാണ് വലിയ പ്രശ്നം. മുളക് പറിക്കാനേ, മുളകും കാപ്പിയൊക്കെ നമുക്ക് പാട്ടത്തിന് കൊടുത്തേക്കാണ്. അപ്പോൾ പണിക്കാർ വന്ന സമയത്ത് അവർ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു കമ്മിറ്റിക്കാരെ. അപ്പോൾ കമ്മിറ്റിക്കാർ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ തന്നെ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അറിയിച്ച് അങ്ങനെയാണ് പരിപാടി വന്നിട്ടുള്ളത്. ഇപ്പം എന്തായാലും ജനപ്രതിനിധികളടക്കമുള്ളവരുടേക്ക് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ആളുകളൊന്നും തന്നെ ആ മേഖലയിലേക്ക് വിടുന്നില്ല. അത് വിടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. കാരണം ഒരുപക്ഷെ അത് പൊട്ടിച്ച് പുറത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കാണാം ദൃശ്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ആവശ്യമായ വസ്തുക്കളെല്ലാം തന്നെ, അതായത് വല അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ 12 ബോർ തോക്കുമായി ഇവിടെ സന്നദ്ധരായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. നേരത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ പൂർണ്ണമായി അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. ഇങ്ങനൊരു ആശങ്കകളുണ്ടാവും ആളുകൾ വിടാത്തതിൽ. ഒരുപക്ഷെ ഇങ്ങനൊരു അവിടേക്ക് പോകാൻ കഴിയാത്തത്. ഇപ്പോൾ ചെറിയ ഒരു കാലിനെ കുടുങ്ങിയിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ വിവരം കിട്ടിയത്. അപ്പോൾ അവിടുന്ന് അത് ചാടിക്കഴിഞ്ഞാൽ ഒരു കുറ്റീൻ്റെ മുകളിലായിരിക്കും, ചെറിയ കുറ്റീൻ്റെ മുകളിലായിരിക്കും കെട്ടിയിരിക്കുക. അത് പൊട്ടിച്ച് ചാടിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ട് ആ ഭീഷണിയാണ്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ആളുകളെ നിയന്ത്രിക്കുന്നു. അവിടേക്ക് പോയാൽ മറ്റുള്ള ഒരുപക്ഷെ ജീവന് തന്നെ അപകടമാകുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം നടപ്പാക്കിയിരിക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് തോട്ടം മേഖലയാണ്, പൂർണ്ണമായും തോട്ടമാണ്. ആ തോട്ടം മേഖലയിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശവാസികളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ അറിയൂ. എന്താണ് സ്ഥിതി? ഞാനിവിടെ 6 മാസമായി ഇവിടെ നെടുമ്പല താമസിക്കുന്നത്. ഞാൻ നടക്കാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ ആൾക്കാരെല്ലാവരും പറയും പുലിയുണ്ട്, നേരത്തെ നടക്കരുത്, നേരം വെളുത്തിട്ട് പോയാൽ മതി എന്ന് ആൾക്കാർ ഇവിടെ പറയലുണ്ട്. നാട്ടുകാരുടെ പ്രതികരണങ്ങളാണ് സുർജിത്ത് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. നെടുമ്പാല എസ്റ്റേറ്റിലാണ് പുലി കുടുങ്ങിയിരിക്കുന്നത്. വനപാലകർ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ നാട്ടുകാരുടെ പലരുടെയും അവർ ആശങ്കയിലായിരുന്നു. ആ പ്രദേശത്ത് കഴിയുന്നവർ സുർജിത്ത് അയ്യപ്പത്ത് അവരുടെ പ്രതികരണങ്ങൾ എത്തിക്കുകയായിരുന്നു വയനാട്ടിൽ നിന്ന്.